അപ്പോൾ ഞങ്ങൾ ഇന്നൊരു ചെറിയ ട്രിപ്പിന് പോവാണ്. ഒരു 2-3 ഡേയ്സിലേക്ക് ഒരു സ്മോൾ ട്രിപ്പിന് പോവാണ്. അപ്പോൾ കൂട്ടം വന്നിട്ടുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. അപ്പോൾ അപ്പൂസിനെ കൊണ്ട് ഞങ്ങളൊരു ട്രിപ്പ് പോവുകയാണ്. നേരെ ഞങ്ങൾ പോകുന്നത് സാൻ ആന്റോണിയോയ്ക്കാണ്. അപ്പോൾ എല്ലാവരും കൂടെ പോന്നോളൂ, നമുക്ക് നേരെ സാൻ ആന്റോണിയോയിലേക്ക് പോകാം. അപ്പോൾ പോകുന്ന ഓൺ ദ വേയിലുള്ള കാഴ്ചകളൊക്കെ കണ്ടു പോകാം. അപ്പോൾ ഗൈസ് ഞങ്ങളിവിടെ പോകാനെല്ലാം റെഡിയായി. രാവിലെ പോകണമെന്ന് വിചാരിച്ചാൽ പക്ഷേ ഇറങ്ങിയപ്പോഴത്തേക്ക് 10:30 നമ്മൾ റെൻ്റൽക്കാരെടുത്തിട്ടുണ്ട് പോകാനേ. നമ്മളതിലാണ് പോകുന്നത്. അപ്പൂസൻ ഡ്രൈവ് ചെയ്യുന്നതായിരിക്കും. നമ്മുടെ ഈ കാറിലാണ് പോകുന്നത്. എവരിത്തിങ് റെഡി. ഇവിടെ നല്ല അടിപൊളി ചൂടാന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. ചൂടായി തുടങ്ങി. നമുക്കപ്പോൾ നേരെ സാൻ ആന്റോണിയോയിലേക്ക് പോകാം. അപ്പോൾ ഞങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഓൺ ദ വേയിൽ നമ്മൾ ഇവിടെ ഷോപ്പിങ്ങിനായിട്ട് റോസിലേക്ക് കയറുകയാണ്. ഞങ്ങളിങ്ങനെ ഓൺ ദ വേയിൽ കടകളൊക്കെ കാണുമ്പോൾ അവിടെയൊക്കെ കയറി ഷോപ്പിങ്ങൊക്കെ ചെയ്ത് അങ്ങനെയാണ് പോകുന്നത്. അപ്പം നമുക്ക് റോസിലേക്ക് പോകാം. അങ്ങനെ നമ്മുടെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞു ഗൈസ്. ഇന്ന് വീക്ക് ഡേയ്സ് ആയതുകൊണ്ട് അധികം ബിസി ഒന്നുമില്ല. കുറച്ച് സാധനമൊക്കെ കിട്ടി. അപ്പം നമ്മളിനി ഇടയ്ക്ക് കടകൾ കയറുന്നതായിരിക്കും. ചൂട് കൊണ്ട് ഒരു രക്ഷയില്ല. അപ്പോൾ ഞങ്ങൾ ലഞ്ച് കഴിക്കാനായിട്ട് പോവുകയാണേ. ലഞ്ച് കഴിക്കാനായിട്ട് ഞങ്ങളുടെ നമ്മുടെ ഫാസ്റ്റ് ഫുഡ് വാങ്ങിക്കാമെന്ന് വിചാരിച്ചു. ഓൺ ദ വേ ഇരുന്ന് കഴിക്കാൻ സമയമില്ല. അപ്പം നമ്മൾ മിക്ഡോണാൾഡ്സ് ആൻഡ് ചിക്ക്-ഫിൽ-എ രണ്ട് ട്രൈ ചെയ്യാൻ പോവാണ്. ഇവിടെ അടുത്തടുത്തുണ്ട് രണ്ടും. അപ്പോൾ കുട്ടന് കാനഡ ചിക്ക്-ഫിൽ-എ ഇല്ല. അപ്പോൾ ഇവിടുന്ന് അതും ട്രൈ ചെയ്യാം. അങ്ങനെ രണ്ടുപേരോട് പോവുകയാണ്. മിക്ഡോണാൾഡ്സിലോട്ട് പോവുകയാണ്. ചിക്ക്-ഫിൽ-എ
ഞങ്ങൾ ഇവിടെ സാന്റോണി നമ്മുടെ ഹോട്ടലിൽ എത്തിയിട്ടുണ്ട്. അയ്യോ 4-5 മണിക്കൂർ ഡ്രൈവ് ആയിരുന്നു. അപ്പോൾ കൊണ്ട് ഒത്തിരി ചെയ്തു, സ്വന്തം കുറേ ചെയ്തു, രണ്ടുപേരും ചെയ്തു. അപ്പോൾ ഒത്തിരി ചെയ്തില്ലേ, 3 മണിക്കൂറോളം ചെയ്തു, നോൺ സ്റ്റോപ്പ്. ഞങ്ങളങ്ങനെ ഹോട്ടലിലെത്തി ഗായ്സ്. നമ്മുടെ ഹോട്ടലിലാണ് വെസ്റ്റ് വെസ്റ്റേൺ പ്ലസ്. ആണോ? വെസ്റ്റേൺ പ്ലസ് ആണത്. അപ്പോൾ ഇവിടെ കാണുമ്പോൾ അബുദാബി ഓർമ്മ വരുക. അബുദാബി അല്ല, US ടെക്സസ്. ഇവിടെ അല്ലായിരുന്നു. അപ്പോൾ ഇവിടെ കണ്ടിട്ട് ദുബായ് പോലെയാന്ന് തോന്നുന്നു. ഞാൻ പറയാൻ ദുബായ് അല്ല, US ടെക്സസ്. അതെ ഈന്തപ്പന. നീ എന്തും പറയല. സിഗരറ്റ് അല്ല, ഒരു സ്ട്രോ ആണ്. സ്ട്രോ അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് അങ്ങോട്ട് ചെക്ക് ഇൻ ചെയ്യാൻ വേണ്ടി പോയി. ചെക്ക് ഇൻ ചെയ്തിട്ട് നമ്മൾ ലഗേജ് എല്ലായിട്ട് അകത്തോട്ട് പോകുന്നതായിരിക്കും. നമുക്കിവിടെ ഒക്കെ ഒന്ന് കാണാം. ഇതാണ് ഹോട്ടൽ. 2-3 ദിവസം ഇവിടെ ആയിരിക്കും. അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ റൂമിലെത്തി. അപ്പോൾ റൂമൊക്കെ മെസ്സപ്പാക്കുന്നതിന് മുമ്പേ ഒരു റൂം ടൂർ കാണിക്കാം. ഇവിടെ ഞങ്ങൾക്ക് 2 ബെഡുണ്ട്. അപ്പോൾ ഓൾറെഡി ഒന്ന് കയറി കിടന്നു. അവൻ ടയർഡായി. അവൻ ഡ്രൈവിംഗ് ഒക്കെ ചെയ്തവൻ ടയർഡായി. പിന്നെ നമുക്ക് വേണ്ട ഈ റൂമിൽ നിന്ന് നമുക്കിങ്ങനെ നോക്കുമ്പോൾ നമുക്ക് നല്ല വ്യൂ ഉണ്ട്. നമുക്ക് നല്ല വ്യൂ ഉണ്ട്, ഇങ്ങനെ കാണാനല്ല. പിന്നെ നമുക്ക് ഇവിടെ ഇങ്ങനെ വാൾ ഡെക്കറേഷൻസ് ഒക്കെ ചെയ്തിട്ടുണ്ട്. വാൾ ഡെക്കറേഷൻസ്. പിന്നെ ഇവിടെ നമ്മുടെ TV, ഇവിടെ ഒരു ചെറിയൊരു നമ്മുടെ ഒരു ടേബിളുണ്ട്. ഇവിടെ നമുക്കൊരു ഫുൾ മിററുണ്ട്. നമുക്ക് വന്ന് നോക്കാം, ഒരു ഫുൾ മിറർ. പിന്നെ നമുക്കിവിടെ 1 more TV. അതെന്താണെന്ന് മനസ്സിലാകുന്നില്ല. 2 TV വെച്ചിരിക്കുന്നത്, 2 TV ഉണ്ട്. പിന്നെ ഇവിടെ നമുക്കൊരു അതെ 2 ഷോ ആണ്. അപ്പോൾ ബഹളം വരത്തില്ലേ. ഇവിടെ ഒരു ടേബിൾ, ആ ചെയർ. പിന്നെ ആണെങ്കിൽ അതിന് കുറച്ച് ഡ്രോയറൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ ഇങ്ങനെ നമുക്കിന്ന് ഒരു ചെറിയൊരു കൗച്ചും, ഒരു ചെറിയൊരു ചെയർ, പിന്നെ ഒരു ടേബിള്. അവിടെ ഒരു ടേബിൾ, ഫോണെല്ലായിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഇവിടെയും കുറച്ച് ഡെക്കറേഷൻസ്. ഇവിടെ ഒരു ഫാൻ. ഇവിടെ ഒരു ലിവിങ് റൂം പോലെ അവർ ചെയ്തിരിക്കുക. പിന്നെ ഇവിടെ നമുക്കൊരു ചെറിയ ഫ്രിഡ്ജുണ്ട്. നമുക്കിവിടെ ചെറിയ ഫ്രിഡ്ജുണ്ട്. ഇവിടെ കോഫി മേക്കറും കോഫിയുടെ സംഭവങ്ങളെല്ലാം വെച്ചിട്ടുണ്ട്. ഇവിടെ മൈക്രോവേവ് ഉണ്ട്. ഇവിടെ നമ്മുടെ ബാത്റൂം. നമ്മുടെ റൂമിൽ നിന്ന് ഇങ്ങനെ ഡോർ തുറന്ന് വരുമ്പോൾ ഇങ്ങനെയാണ് സെറ്റപ്പ്. പിന്നെ നമ്മുടെ ബാത്റൂം. ടവലെല്ലാം സെറ്റപ്പാക്കി വെച്ചിട്ടുണ്ട്. എല്ലാം ഇടുക്കിയെല്ലാം വെച്ചിട്ടുണ്ട്. ട്രാഷ് ക്യാൻ, സിങ്ക്, നമ്മുടെ ടോയ്ലറ്റ്. നമുക്കിങ്ങനെ ഇങ്ങനത്തെ ഷവറാണ്. ടബാണ്. പിന്നെ ഇവിടെ നമ്മുടെ ഹെയർ ഡ്രയർ എല്ലാം വെച്ചിട്ടുണ്ട്. ഇതാണ് നമ്മുടെ റൂം സെറ്റപ്പ്. അപ്പോൾ ഞങ്ങൾ താഴോട്ട് കോഫി കുടിക്കാനായിട്ട് പോവാണ്. അപ്പോൾ കുട്ടൻ റെസ്റ്റ് എടുക്കാൻ പോവാണ്. ഇതാണ് റൂമിൻ്റെ പുറം, ഔട്ട് സൈഡ്. ഇവിടെ നമുക്കൊരു കൂളറുണ്ട്. ഇതുണ്ട് തൊട്ടടുത്ത്. ഇവിടെ നമുക്ക് റൂമിൽ നിന്ന് ഇറങ്ങുന്നത് തന്നെ അടുത്ത് തന്നെയാണ് എലിവേറ്റർ. ഇവിടെ ഇങ്ങനെ കൗച്ചും ടേബിൾ ലാമ്പ് എല്ലാം ആയിട്ട്. നമ്മുടെ റൂമിനകത്തും ഒരു ടേബിൾ ലാമ്പ് ഉണ്ടായിരുന്നു. ഉണ്ടോ? ഞാൻ നോക്കുമ്പോൾ നമുക്ക് താഴെ കാണാം. അതാ ഫ്രണ്ട് ഡെസ്ക് കയറി വരുന്നുണ്ട്. അത് നല്ല അല്ലേ. ഓക്കെ, നമ്മൾ 2nd ഫ്ലോറിലാണ്. നമുക്കിങ്ങനെ ഒരു ബാൽക്കണി പോയിട്ടുണ്ട്. നമുക്കിവിടെ നോക്കുമ്പോൾ എല്ലാം കാണാം. വാ, നല്ല
ഇവിടെ നമുക്കിങ്ങനെ ഒരു ബാൽക്കണി പോലെ ഉണ്ട്. അപ്പം നമ്മുടെ കോഫിയുടെ എല്ലാം സെറ്റപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇവിടെയാണ്. ഇവിടെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഏരിയ ആണ്. പൂളുണ്ട്, ജിമ്മുണ്ട്, എല്ലാം ഒന്ന്. ഇവിടെ പൂളുണ്ട്, ജിമ്മുണ്ട്, എല്ലാം നോക്കിയിട്ട് വരാം. ഇവിടെ ഉണ്ട് കോഫി മെഷീൻ, രണ്ട് കോഫി മെഷീൻ. നമുക്ക് കോഫി ഉണ്ടാക്കാം. എല്ലാം നമുക്കിങ്ങനെ സെലക്ട് ചെയ്യാം, നമുക്ക് എന്തൊക്കെ വേണം, ഏത് കോഫി പൗഡർ, അത് ആ ഷുഗർ വേണോ ഷുഗർ വേണ്ടേ. അതുകൊണ്ട് ഞങ്ങൾ മറ്റേ കോഫി മെഷീൻ നമ്മളെടുത്തില്ല, നമ്മളിവിടെ നിന്ന് എടുക്കുന്ന ഇവിടെ എല്ലാം സെറ്റപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഷുഗർ സെപ്പറേറ്റ് വേണ്ടത് കോഫി കപ്പലില്ല. ഇവിടെയാണെങ്കിൽ നമുക്ക് ജ്യൂസ് വെച്ചിട്ടുണ്ട്, ഓറഞ്ച് ജ്യൂസ്. ഇവിടെ നമ്മൾ നാളെ ഒരു ബ്രേക്ക്ഫാസ്റ്റിൽ സെറ്റപ്പ് ചെയ്ത് വെക്കും. പിന്നെ ഇവിടെ എല്ലാ സീരിയൽസുകൾ ഡിഫറെൻറ്റ് ടൈപ്സിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ രാവിലെ ഇവിടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വരുമ്പോൾ കാണിക്കാം ബാക്കി കാര്യങ്ങൾ. നമ്മുടെ പൂൾ അവിടെയാണ്. നമ്മളിവിടെ നിന്ന് ഇങ്ങനെ ഡോർ തുറന്ന് ഇറങ്ങുമ്പോഴാണ് നമ്മുടെ പൂള്. ഞാൻ പൂളകത്തൊന്ന് കാണിക്കാം. ഇവിടെയാണ് നമ്മുടെ പൂള്. കുറച്ചുകൂടെ വെയിൽ പോയിട്ട് വരാം പൂളിലേക്ക്. അപ്പോൾ ഗൈസ്, നിങ്ങൾക്ക് ഹോട്ടൽ ഒക്കെ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഞങ്ങൾ ടയേർഡായി. ഞങ്ങൾ പുറത്ത് കുറച്ച് റെസ്റ്റൊക്കെ എടുത്തിട്ട് നമുക്ക് ഓരോരോ ഭാഗങ്ങളായിട്ട് കാണാൻ പോകാവുന്ന. അപ്പോൾ ഞങ്ങൾ അടുത്തായിട്ട് റിവർ വോക്ക് ചെയ്യാമെന്ന് വിചാരിക്കുന്നു റെസ്റ്റിന് ശേഷം. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ എപ്പോഴും പറയുന്നത് തന്നെ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പിന്നെ നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ എന്നെ അറിയിക്കണം. അപ്പോൾ സാൻ ആന്റോണിയോയിലെ കിടിലൻ വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു, ടേക്ക് കെയർ, ബൈ ബൈ.